നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റദ്ദാക്കിയ കൊച്ചിയിൽ നിന്ന് മസ്കത്തിലേക്കുള്ള വിമാന സർവീസ് പുനരാരംഭിച്ചു. ഇൻഡിഗോ ചൊവ്വാഴ്ച ജിദ്ദയിൽ നിന്ന് ഇന്ത്യയിലേക്ക് 10 പ്രത്യേക സർവീസ് നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റുമായി സഹകരിച്ചാണ് ക്രമീകരണം. ചൊവ്വാഴ്ച മുതൽ ഒമാനിലെ മസ്കറ്റിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് പുനരാരംഭിക്കും. കൊച്ചിയും കോഴിക്കോടും ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ 6 നഗരങ്ങളിലേക്കുള്ള സർവീസുകളാണ് ആദ്യഘട്ടത്തിൽ പുനഃസ്ഥാപിക്കുന്നത്. ബുധനാഴ്ച രാവിലെ 10:25 മസ്കറ്റിൽ നിന്ന് തിരുച്ചിറപ്പള്ളിയിലേക്കുള്ള വിമാനമായിരിക്കും ആദ്യം സർവീസ് നടത്തുക. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിനിടെ അബുദാബിയിൽ നിന്നുള്ള ആദ്യ വിമാനം ഇന്നലെ രാത്രി 10 മണിയോടെ കൊച്ചിയിലെത്തിയിരുന്നു. ഇത്തിഹാദ് എയർവേസ് വിമാനമാണ് ആദ്യമായി കൊച്ചിയിലെത്തിയത്. അതേസമയം യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഇന്നും വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും 7:05 പുറപ്പെടേണ്ടിയിരുന്ന അബുദാബി സർവീസ്, 8:50 പുറപ്പെടേണ്ടിരുന്ന ദുബായ് എയർ ഇന്ത്യ വിമാനങ്ങളും 9:35 പുറപ്പെടേണ്ടിരുന്ന അബുദാബി ഇൻഡിഗോ എന്നിങ്ങനെ നിരവധി വിമാനങ്ങളാണ് റദ്ദ് ചെയ്തിരിക്കുന്നത്. കരിപ്പൂരിൽ നിന്നുള്ള 40 വിമാനങ്ങളാണ് ഇന്ന് റദ്ദാക്കിയത്. 3 വിമാനങ്ങൾ മാത്രമാണ് ഇന്ന് സർവീസ് നടത്തിയത്. അതിനിടെ യുദ്ധത്തെ തുടർന്ന് കറാച്ചിയിൽ കുടുങ്ങിയ മലയാളി കുടുംബം ഇന്ന് കൊച്ചിയിലെത്തും. സംഘർഷത്തെ തുടർന്ന് വിമാനപാത മാറ്റിയതോടെ പാലക്കാട് സ്വദേശികളായ 3 അംഗ കുടുംബമാണ് കറാച്ചിയിൽ കുടുങ്ങിയത്. ചൊവ്വാഴ്ച ഡൽഹിയിൽ നിന്നുള്ള വിമാനത്തിലാണ് ഇവർ കൊച്ചിയിലെത്തുന്നത്. നേരത്തെ കൊളംബോയിൽ നിന്നും ഇവരെ ഡൽഹിയിൽ എത്തിച്ചിരുന്നു. അതേസമയം ദുബായ്, അബുദാബി വിമാനത്താവളങ്ങളിൽ നിന്ന് പരിമിതമായ തോതിൽ സർവീസുകൾ പുനരാരംഭിച്ചു. UAEയിലെ പ്രധാന വിമാനത്താവളങ്ങളിൽ എമിറേറ്റ് സർവീസുകൾ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും നേരത്തെ ബുക്ക് ചെയ്തവർക്കാണ് മുൻഗണന നൽകുന്നത്. അബുദാബി വിമാനത്താവളത്തിൽ കുടുങ്ങിയ ട്രാൻസിസ്റ്റ് യാത്രക്കാരെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കാൻ എത്തിഹാദ് എയർവേസ് 15 സർവീസുകളാണ് നടത്തിയത്. കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിന് മുൻഗണന നൽകിയാകും വിമാനങ്ങൾ സർവീസ് നടത്തുകയെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. പ്രമുഖ UAE വിമാന കമ്പനികൾ സർവീസ് പുനരാരംഭിക്കാൻ ഇനിയും ഏറെ സമയമെടുക്കുമെന്നും അറിയിക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ ദേശീയ വാർത്ത പരിശോധിക്കാം. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാൻ ആക്രമിച്ച പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖംനേയെ വധിച്ചതിൽ നരേന്ദ്രമോദി സർക്കാർ പുലർത്തുന്ന മൗനത്തെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ മൗനം നിഷ്പക്ഷതയല്ല, ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെന്ന് സോണിയാഗാന്ധി തുറന്നടിക്കുന്നു. ഒരു പരമാധികാര രാജ്യത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്നയാളെ കൊലപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഗുരുതരമായ വിള്ളലുണ്ടാക്കുന്നതാണ്. ലോകം മുഴുവൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ തണുപ്പൻ പ്രതികരണമാണ് സോണിയാഗാന്ധി ചൂണ്ടിക്കാട്ടുന്നത്. ഒരു രാഷ്ട്രത്തലവൻ ഇത്തരത്തിൽ കൊല്ലപ്പെടുമ്പോൾ അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറുകൾക്ക് വിരുദ്ധമാണെന്നും സോണിയാഗാന്ധി പറയുന്നു. വിഷയത്തിൽ നിശബ്ദരാകുന്നതിലൂടെ ഇന്ത്യ കാലാകാലങ്ങളായി കാത്തുസൂക്ഷിക്കുന്ന വിദേശ നയങ്ങളിൽ നിന്ന് പിന്നോട്ടു പോവുകയാണോ എന്ന ചോദ്യമാണ് സോണിയാഗാന്ധി ഉയർത്തുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിലാണ് സോണിയാഗാന്ധിയുടെ വിമർശനം. ഇറാനുമായുള്ള ഇന്ത്യയുടെ ബന്ധം കേവലം സാമ്പത്തികം മാത്രമല്ല, മറിച്ച് സാംസ്കാരികവും ചരിത്രപരവുമാണ്. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് ഉൾപ്പെടെ ഇന്ത്യ ഇറാനുമായി പുലർത്തിയ ആഴത്തിലുള്ള ബന്ധത്തെ സോണിയാഗാന്ധി ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഗ്ലോബൽ സൗത്ത് അഥവാ വികസ്വര രാജ്യങ്ങളുടെ ശബ്ദമെന്ന് ഇന്ത്യ സ്വയം വിശേഷിപ്പിക്കുമ്പോൾ ഇത്തരം നിർണായക ഘട്ടങ്ങളിൽ മൗനം പാലിക്കുന്നത് ഇന്ത്യയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുമെന്നും സോണിയാഗാന്ധി പറയുന്നുണ്ട്. ഖമേനിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് കശ്മീരിലെ ശ്രീനഗറിൽ വലിയ പ്രതിഷേധങ്ങളാണ് അരങ്ങേറുന്നത്. രാജ്യത്തിനകത്ത് ഇത്രയും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും സോണിയാഗാന്ധി ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ പരമ്പരാഗത വിദേശ നയങ്ങളിൽ നിന്നുള്ള വ്യതിയാനമാണ് ഇപ്പോൾ കാണുന്നതെന്നും അവർ കുറ്റപ്പെടുത്തുന്നു. ഇന്ത്യയുടെ മൗനം തന്ത്രപരമായ നീക്കമാണോ അതോ അമേരിക്കയോടുള്ള വിധേയത്വമാണോ എന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകും. കോൺഗ്രസ് ഉയർത്തുന്ന ഈ ആരോപണങ്ങൾക്ക് കേന്ദ്ര സർക്കാർ എന്തു മറുപടി നൽകുമെന്ന് കാത്തിരുന്നു കാണണം. ഇനി ഇന്നത്തെ വിദേശ വാർത്തയിലേക്ക്. മധ്യേഷ്യയിൽ ചരക്കു നീക്കത്തിൽ നിർണായകമായ ഹോർമുസ് കടലിടുക്ക് അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കടലിടുക്ക് അടച്ചു കഴിഞ്ഞു, ഇനി ആരെങ്കിലും ഇതുവഴി കടക്കാൻ ശ്രമിച്ചാൽ അവരെ ചുട്ടു ചാമ്പലാക്കുമെന്നാണ് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സ് നൽകിയിരിക്കുന്ന അന്ത്യശാസനം. ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും സംയുക്ത ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പിന്നാലെയാണ് രാജ്യം നിലപാട് കടുപ്പിക്കുന്നത്. ഇനി ഈ വഴി ആരെയും കടത്തിവിടില്ല എന്നായിരുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഉപദേഷ്ടാവ് ഇബ്രാഹിം ജബ്ബാരിയുടെ വാക്കുകൾ. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് ഹോർമുസ് കടലിടുക്ക് അടച്ചതായി ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. വെറുമൊരു മുന്നറിയിപ്പല്ല, ഇതിനോടകം തന്നെ ഒമാനിലെ ദുഗം പോർട്ടിന് സമീപം ഒരു എണ്ണക്കപ്പലിന് നേരെ ആക്രമണം നടന്നതായും 15 ഇന്ത്യൻ നാവികർ ഉൾപ്പെടെയുള്ളവർ അപകടത്തിലായതായും കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഹോർമുസ് കടലിടുക്ക് ഇത്രയധികം പ്രധാനമാകുന്നത്?
ലോകത്ത് പ്രതിദിനം ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെ 20%, അതായത് 1/5 കടന്നു പോകുന്നത് കേവലം 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ്. സൗദി അറേബ്യ, UAE, കുവൈത്ത്, ഇറാഖ് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളുടെ പ്രധാന എണ്ണ കയറ്റുമതി പാതയാണിത്. ഈ പാത അടച്ചാൽ ലോകവിപണിയിൽ എണ്ണ വില കുതിച്ചുയരും. നിലവിൽ തന്നെ ബ്രെന്റ് ക്രൂഡിന് വില $82 മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷുറൻസ് കമ്പനികൾ കപ്പലുകൾക്ക് കവറേജ് നൽകുന്നത് നിർത്തിയതോടെ പല കപ്പലുകളും കടലിൽ നങ്കൂരമിട്ടിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പേടി സ്വപ്നമാണ്. നമ്മുടെ എണ്ണ ഇറക്കുമതിയുടെ വലിയ ഭാഗം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ഹോർമുസ് അടഞ്ഞാൽ ഇന്ത്യയിലെ പെട്രോൾ, ഡീസൽ വില നിയന്ത്രണാതീതമായി വർദ്ധിക്കും. ഇത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമാകും. കൂടാതെ ഇറാനുമായുള്ള നമ്മുടെ ചബഹാർ തുറമുഖ പദ്ധതിയെയും ഈ സംഘർഷം ബാധിച്ചേക്കാം. നിലവിൽ ഗൾഫ് രാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയാണ് ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത്. ഒരു വശത്ത് ഇസ്രായേലും അമേരിക്കയും, മറുവശത്ത് ഇറാനും ഹിസ്ബുള്ളയും. പശ്ചിമേഷ്യ ഒരു മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ഭീതിയിലാണ് ലോകം. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിനായി അമേരിക്കൻ നാവികസേന നേരിട്ട് ഇടപെടാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് ആഗോള യുദ്ധത്തിലേക്ക് തന്നെ വഴിവെക്കുന്ന ഒരു സാഹചര്യമായി മാറും. സമാധാനപരമായ ചർച്ചകളിലൂടെ ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടുമോ അതോ ലോകം ഇരുട്ടിലാകുമോ? വരും ദിവസങ്ങൾ ഏറെ നിർണായകമാണ്.